സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായി എങ്ങനെയാണ് ഇനീഷ്യലി ഉള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ നമ്മുടെ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്യാം, ടൂൾ ബാർസ് കാര്യങ്ങളെല്ലാം എങ്ങനെ സെറ്റ് ചെയ്യാം, അതിനെങ്ങനെ അലൈൻ ചെയ്യാം, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. പിന്നെ ഒരു ടൂൾസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ ലൈൻ ടൂൾ എങ്ങനെ വരയ്ക്കാം, അതിൻ്റെ ഒരു യൂസസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കി. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ബാക്കി ടൂൾസിൻ്റെ യൂസസ് എങ്ങനെയാണ് എന്നുള്ളത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലൈൻ ടൂളിൻ്റെ ഒരു ഉപയോഗമാണ് നമ്മൾ നോക്കിയത്. അത് ഞാനിപ്പോൾ ഇനി പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി സെക്കൻഡ് ഞാൻ പറയാൻ പോകുന്ന ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ ലൈൻ ടൂളിൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഒരു ഫ്രീ ഹാൻഡ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. അത് ഈ ഒരു ഭാഗത്ത് കിടക്കുന്നതും അടിയിൽ ഈ ഒരു പോർഷനിൽ കിടക്കുന്നതും രണ്ടും സെയിം ആണ്. അതിൽ കൺഫ്യൂഷൻ ആവണ്ട. രണ്ടും ഈ ലാർജ് ടൂൾ സെറ്റിൽ വരുന്നത് തന്നെയാണ് കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വരുന്നത്. അതിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഏതിലാണെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ ഇതിന് ഫ്രീ ഹാൻഡിന് ഏതെങ്കിലും ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു തന്ന മെത്തേഡ് പ്രകാരം നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യാം. ഫ്രീ ഹാൻഡ് ടൂൾ എടുത്തു. അത് നമ്മൾ പറയുന്ന പോലെ തന്നെ നമുക്കൊരു ഫ്രീ ഹാൻഡ് സ്കെച്ച് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ വരച്ചു കൊടുക്കാം. അത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെയാണ് അത് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫേസ് അതിന് ഡെവലപ്പായി വരും. അത്ര തന്നെ. ഇപ്പോൾ നമ്മളിങ്ങനെ നിർത്തി അത് ജോയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ലൈനായിട്ട് തന്നെ നിൽക്കും. അത് സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ വന്ന് എൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കർവ് ക്ലോസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഫേസ് ഡെവലപ്പായി വരും. ഇത് എന്തിനാണ് ഇതിൻ്റെ ഒരു മെയിൻ യൂസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലാൻഡ്സ്കേപ്പിൽ ഒരു ഗാർഡൻ ഏരിയ ഒക്കെ ഡിസൈൻ ചെയ്യുകയാണെന്നല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു റെക്റ്റാങ്കിളോ ഒരു പെർഫെക്റ്റ്ലി ഒരു പ്ലാൻഡ് ആയിട്ടൊരു ഷേപ്പിൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീ ഹാൻഡ് സ്കെച്ച് വരയ്ക്കേണ്ട ഒരു ആവശ്യം എവിടെയുണ്ടെങ്കിലും ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് വരുന്നൊരു ടൂൾ എന്ന് പറയുന്നത് ഫ്രീ ഹാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കിടക്കുന്ന റെക്റ്റാങ്കിൾ ടൂളാണ്. അത് ഞാനത് ക്ലിക്ക് ചെയ്യുന്നു, മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്ത് അത് സെലക്ട് ചെയ്യുന്നു. റെക്റ്റാങ്കിൾ നമുക്ക് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പോർഷനിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുക. അത് ഡ്രാഗ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് പിടിക്കണ്ട, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കാവുന്നതാണ്. പല ഷേപ്പിലുള്ള റെക്റ്റാങ്കിൾ വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്കൊരു 4x10 എന്ന് പറഞ്ഞൊരു റെക്റ്റാങ്കിളാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടിയിൽ മെഷർമെൻറ്റിൻ്റെ അതായത് ഡയമെൻഷൻ്റെ ആ ഭാഗത്ത് 4,10 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഫോമായി വരുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ സ്കെയിൽ വളരെ ചെറുതായതുകൊണ്ട് ഇത്ര സൂം ചെയ്ത് കാണണം. അപ്പോൾ നമുക്ക് വിസിബിൾ ആവുന്ന ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ സൂം ഇന്നും സൂം ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. Shift+Z എന്ന് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂ കറക്റ്റായി വരുന്നതാണ്. Shift+Z. അപ്പോൾ നമുക്ക് ഒരു സ്കെയിലിനനുസരിച്ച് ഒരെണ്ണം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക. ഒരു 400,300 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു റെക്റ്റാങ്കിൾ ഇങ്ങനെ വരുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു സൈഡ് 400ഉം ഒരു സൈഡ് 300ഉം ആയിരിക്കും. ഇത് ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഈ കാണുന്ന ബോക്സിലാണത്. നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ബോക്സിനകത്ത് അത് വരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതാണോ നമ്മുടെ ഒരു ലെങ്ത്ത്, ഏതാണോ ബ്രെഡ്ത്ത്, അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കിടക്കുന്ന റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നതാണ്. ഇതിനെന്താണൊരു വ്യത്യാസം എന്ന് പറയുന്നത് നോക്കാം. റൊട്ടേറ്റഡ് റെക്റ്റാങ്കിളിൻ്റെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതൊരു ആക്സിസിലും നമുക്ക് സെലക്ട് ചെയ്ത് റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഒരു പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കാവുന്നതാണ്. വേറെ നമ്മളെ മുകളിലേക്കുള്ള ഒരു പ്ലെയിനിലേക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏതൊരു പ്ലെയിനിലേക്കും നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പം എനിക്ക് ഒരു 90 ഡിഗ്രിക്ക് എത്തുന്നതിന് മുന്നായിട്ടാണ് റെക്റ്റാങ്കിൾ വരയ്ക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പ്ലെയിനിലേക്കും ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത്ര മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, രണ്ടാമത് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നമുക്ക് ആംഗിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. 1 ക്ലിക്ക്, സെക്കൻഡ് ക്ലിക്ക്, അതിന് ശേഷം ആംഗിൾ എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു മേജർ ഡിഫറൻസ്. അടുത്ത ടൂള് നോക്കാനുള്ളത് ഈ റൊട്ടേറ്റഡ് റെക്റ്റാങ്കിളിൻ്റെ അപ്പുറത്തുള്ളത് സർക്കിളാണ്. സർക്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സർക്കിൾ ടൂൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു ലൈൻ വരച്ച പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം മൂവ് ചെയ്യുന്നതനുസരിച്ച് സർക്കിളിൻ്റെ റേഡിയസ് കൂടുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്കൊരു സർക്കിൾ എവിടെ വേണമെങ്കിലും വരയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് റേഡിയസ്
ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് വരയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അടിയിൽ റേഡിയസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഈ ഒരു പോർഷന് സ്റ്റാറ്റസ് ബാറിൽ. അവിടെ ഇപ്പോൾ എനിക്കൊരു 10 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 10 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ അടിക്കുക. ഇത് സ്കെയിൽ ചെറുതായതുകൊണ്ടാണ് നമുക്ക് ഒരു 100 എന്ന് അടിച്ചു കഴിഞ്ഞാൽ വിസിബിൾ ആയിട്ട് വരും. 100ഉം ചെറുതാണ്, 1000 അടിക്കാം. ഓക്കെ, 1000 അടിക്കുമ്പോൾ ഈ ഒരു സ്കെയിലിനനുസരിച്ച് ഇത്ര ഒരു സർക്കിളാണ് വരുന്നത്. റേഡിയസ് ആണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ 10,000. ഓക്കെ, കുറച്ച് ഈ ഒരു സ്കെയിലിനനുസരിച്ച് നമുക്ക് വിസിബിൾ ആയിട്ടൊരു സർക്കിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 10,000 വേണം. നിങ്ങൾ സെറ്റ് ചെയ്ത യൂണിറ്റിനനുസരിച്ചുള്ള ഡയമെൻഷൻ അടിച്ചു കൊടുത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് എടുക്കാവുന്നതാണ്. സോ അടുത്തത് നോക്കാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ അപ്പുറത്ത് തന്നെ പോളിഗൺ എന്ന് പറയുന്ന ടൂളുണ്ട്. പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 6 ഫേസസ് വരുന്ന 6 സൈഡുകൾ വരുന്ന ഒരു എലിമെൻ്റ് ആണത്. ജസ്റ്റ് വരയ്ക്കുന്നതെല്ലാം സർക്കിൾ വരയ്ക്കുന്ന പോലെ തന്നെ, ഏതൊരു ടൂൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വരയ്ക്കുക. ഇതിലും സ്റ്റാറ്റസ് ബാറിൽ അതിൻ്റെ റേഡിയസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. റേഡിയസ് ഇത് ഒരു പോളിഗൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സെൻട്രൽ പോർഷൻ ടു അതിൻ്റെ ഈ എഡ്ജ് വരെ ഉള്ളതായിരിക്കും ഇൻസ്ക്രൈബ് റേഡിയസ്. അതെങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഒരു അളവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് വരയ്ക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടൂള് ആർക്കാണ്. അതിൻ്റെ ഒരു ഡെമോ കാണിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലൈൻ എടുത്ത് വരയ്ക്കുന്നു. ഇങ്ങോട്ട് ഒരു ലൈൻ എടുത്തിട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിനുശേഷം ആർക്ക് എന്ന് പറയുന്ന ഒരു ടൂൾ എടുത്തിട്ട് ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്തിട്ട് ഒരു ആർക്ക് ഞാൻ വരയ്ക്കുന്നു. അത് ആർക്ക് ടൂൾ എടുക്കുക, ഈ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു പോർഷനിൽ രണ്ടാമത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എങ്ങോട്ടാണോ ആർക്ക് പോകേണ്ടത് അതുപോലെ ഇത് ഈ ഒരു ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത പോയിന്റിന് ബേസ് ചെയ്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. വരച്ചു വരുമ്പോൾ സെക്കൻഡ് പോയിന്റിലേക്ക് അത് വന്ന് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു ടൂൾ എന്ന് പറയുന്നത് 2 പോയിന്റ് ആർക്കാണ്. 2 പോയിന്റ് ആർക്ക് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഈ ഒരു 2 പോയിന്റിനെ റെഫർ ചെയ്തിട്ടായിരിക്കും ആർക്കിൻ്റെ റേഡിയസ് വരുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് ആർക്ക് എടുത്തപ്പോൾ ഫസ്റ്റ് പോയിന്റിനെ റെഫർ ചെയ്ത് ആർക്ക് പോയി സെക്കൻഡ് പോയിന്റിൽ ജോയിൻ ചെയ്തു. ഒരു 2 പോയിന്റ് ആർക്കാണെന്നുണ്ടെങ്കിൽ 2 പോയിന്റ് നമ്മൾ മെൻഷൻ ചെയ്തതിൻ്റെ ആ 2 പോയിന്റിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ആർക്ക് പോകുന്നത്. അടുത്ത പറയാൻ പോകുന്ന ടൂള് എന്ന് പറയുന്നത് 3 പോയിന്റ് ആർക്കാണ്. 3 പോയിന്റ് ആർക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നേരെ ഒരു ലൈൻ, ലെഫ്റ്റിലേക്ക് ഒരു ലൈൻ, പിന്നെ അടിയിലേക്ക് അവിടെ നിന്ന് ഒരു കണ്ടിന്യൂഷൻ ഒരു ലൈൻ. ഇനി ഇതിലൊരു 3 പോയിന്റ് ആർക്ക് എങ്ങനെ നമുക്ക് വരയ്ക്കാം എന്നാണ് നോക്കുന്നത്. ഇതാണ് 3 പോയിന്റ് ആർക്ക്. അത് സെലക്ട് ചെയ്യുന്നു. പറയുന്നത് പോലെ തന്നെ ഒരു 3 പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ആർക്ക് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ഞാൻ ഈ ഒരു പോയിന്റിൽ മാർക്ക് ചെയ്തു. ഇനി മാർക്ക് അപ്പോൾ ഈ ഒരു ആദ്യം മാർക്ക് ചെയ്ത 2 പോയിന്റിനെ ബേസ് ചെയ്തിട്ട് എങ്ങോട്ടാണോ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആ പോയിന്റിലേക്ക് ആർക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു പോയിന്റാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ഇങ്ങോട്ട് വരും. ഇനി ഇത് വേണ്ട, ഈ ഒരു പോയിന്റ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് 2 പോയിന്റും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി കൊടുക്കാൻ പോകുന്ന 3ാമത്തെ പോയിന്റിന്റെ അടുത്തേക്ക് ആ ആർക്ക് വരും. ഇപ്പോൾ ഞാൻ ഇവിടെയാണ് കൊടുക്കുന്നത്, അപ്പോൾ ഇങ്ങനെ ഒരു ആർക്ക് കിട്ടും. ഇതാണ് ഒരു 3 പോയിന്റ് ആർക്കിന്റെ ഒരു യൂസ്. പിന്നെ ഈ ഒരു സെറ്റിൽ ബാക്കിയുള്ളൊരു ടൂളാണ് പൈ എന്ന് പറയുന്ന ഒരു ടൂള്. പറയുന്ന പോലെ തന്നെ ഒരു പൈ ഷേപ്ഡ് ഫേസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നൊരു ടൂള് സ്കെച്ചപ്പിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടൂളാണ്. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ ടൂൾസ് വെച്ചിട്ട് ഒരുപാട് ഷേപ്പുകൾ നമ്മൾ വരച്ചു. ഇപ്പോൾ ഒരു ഫ്രീ ഹാൻഡ് സ്കെച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഫ്രീ ഹാൻഡ് സ്കെച്ച് വെച്ചിട്ട് ഒരു എണ്ണം വരച്ചു. അതിനുശേഷം നമ്മൾ റെക്റ്റാങ്കിൾ പറഞ്ഞു, റെക്റ്റാങ്കിൾ വരച്ചു. അതിനുശേഷം സർക്കിൾ പറഞ്ഞു, സർക്കിൾ വരച്ചു. പോളിഗൺ വരച്ചു. ഇത്രയും ഷേപ്പുകൾ നമ്മൾ വരച്ചു. നമ്മളൊരു 3D സോഫ്റ്റ്വെയറിൽ ഇത്രയും ഷേപ്പുകൾ വരച്ചിട്ടും ഇതൊരു 2D ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പ്ലെയിനിൽ മാത്രം നിൽക്കുന്ന ഒരു 2D ഒബ്ജക്റ്റ് ആയിട്ട്. ഇത് എങ്ങനെ നമുക്ക് ഇതിനെ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെഡ് ആക്സിസിലേക്ക് എങ്ങനെ ഇതിനെ പുഷ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ സ്കെച്ചപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇവിടെ കാണുന്ന പുഷ് പുള്ള് എന്ന് പറയുന്ന ടൂള്. ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ക്ലോസ്ഡ് ആയിട്ട് വരുമ്പോൾ ജനറേറ്റ് ആയി വന്നിരിക്കുന്ന ഒരു ഫേസിനെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ഏതാണോ ഷേപ്പ് ആ ഒരു ഷേപ്പിൽ
ഒരു 3 ഡയമെൻഷനിലേക്ക് അത് എക്സ്ട്രൂഡായി വരുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുകളിലേക്കല്ല താഴേക്കാണെന്നുണ്ടെങ്കിൽ താഴേക്ക് വലിക്കുക. ഇനി നിങ്ങൾക്ക് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഒരു അളവിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 100 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 100 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. 100 വളരെ കുറവാണ്, 1000. ഓക്കെ, അപ്പോൾ ഇതുപോലെ എക്സ്ട്രൂഡായി വരുന്നതായിരിക്കും. നോർമലി നമ്മൾ ഈ ഒരു പുഷ് ടൂളിന് യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് പി ആണ്. ജസ്റ്റ് പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടൂളിൻ്റെ ഷോർട്ട് കട്ട് ടൂൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഏതൊരു ഫേസിനെയും നമുക്ക് എക്സ്ട്രൂഡ് ചെയ്ത് മുകളിലേക്ക് കയറ്റാൻ പറ്റുന്നതാണ്. ഒരു ഫേസ് വേണം എന്നൊരു നിർബന്ധമുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തു, അതിനെ കുറച്ചും കൂടി മുന്നിലേക്ക് വലിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് വലിക്കാവുന്നതാണ്, എക്സ്ട്രൂഡ് ചെയ്യാം. ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു 5 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് ആണ് വേണ്ടത്, അതിനെയാണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ടൂളാണ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് ഇതാണ് ഇവിടെ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതിനെയാണോ ഓഫ്സെറ്റ് ചെയ്യേണ്ടത് ആ ഓഫ്സെറ്റിലേക്ക് നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഒരു ഇത്രയും ആണ്, ഈ ഒരു 4 കോർണേഴ്സിനെ ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം. അതല്ല ഇനിയിപ്പോൾ അളവ് വെച്ചിട്ടാണ്, ഒരു പ്രത്യേക മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ 100 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ്സെറ്റ് ആവും. ഇനി ഓഫ്സെറ്റ് ചെയ്തപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ 2 ഫേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഓഫ്സെറ്റ് ചെയ്തതിന് മുന്നേ ഉണ്ടായിരുന്നൊരു ഫേസും ഓഫ്സെറ്റ് ചെയ്തതിന് ശേഷം വന്നൊരു ഫേസും. ഇപ്പോൾ നമുക്ക് ഇനി എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ, പുഷ് ചെയ്യുമ്പോൾ ഈ 2 ഫേസിനെ ഏതിൽ വേണമെങ്കിലും നമുക്ക് പുഷ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ഓഫ്സെറ്റ് ചെയ്ത ഭാഗമാണെന്നുണ്ടെങ്കിൽ ഇതിനെ പുഷ് ചെയ്യാം. അതല്ല ഈ ഒരു പോർഷനാണ് പുഷ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനെയും പുഷ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇതുപോലെ എവിടെ വേണമെങ്കിലും എത്രത്തോളം ഫേസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ പുഷ് ചെയ്യാം, പുൾ ചെയ്യാം. ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഓഫ്സെറ്റ് ആൻഡ് പുഷ് ആൻഡ്. സോ നമ്മൾ ഒരു ഫേസിനെ ഓഫ്സെറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കി. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഷേപ്പുകൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്നത്, റെക്റ്റാങ്കിൾ, സർക്കിൾ, പോളിഗൺ, അങ്ങനെ ഏതൊരു ഒബ്ജക്റ്റിൽ വരുന്ന ഫേസിലും നമുക്ക് രണ്ടാമതൊരു ഫേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഫ്രീ ഹാൻഡ് എന്ന ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫേസിൽ വേറെ ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു സർക്കുലർ ഫേസ് ആണ് ഈ ഒരു റെക്റ്റാങ്കുലറിൻ്റെ ഈ ഒരു സൈഡ് ഫേസിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ട് എനിക്കിവിടെ ഇത് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ എനിക്കിവിടെ ഒരു പോളിഗൺ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഏതൊരു ഫേസിനെയും നമുക്കിതുപോലെ എക്സ്ട്രൂഡ് ചെയ്യാം. പി ഞെക്കുന്നു, എക്സ്ട്രൂഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫേസിൽ പി ഞെക്കിയിട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫ്രീ ഹാൻഡ് സ്കെച്ചിൽ വരച്ച ഈ ഒരു ഫേസിനെയും ഞെക്കിയിട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്നു. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിൽ പല പല ഫേസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെ പുഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയി. ഈ ഒരു സൈഡ് ഫേസിലാണ് നമ്മൾ തൊട്ട് മുന്നേ ഒരുപാട് ഫേസസ് വേറെ ക്രിയേറ്റ് ചെയ്ത് അതിനെ പുഷ് ചെയ്തത്. ഇപ്പോൾ ഞാൻ വേറൊരു സർക്കിൾ ഇതിനോട് അറ്റാച്ച്ഡ് അല്ലാതെ വേറൊരു സ്ഥലത്ത് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ ഫേസ് പുഷ് ചെയ്ത ഒരു റെക്റ്റാങ്കിൾ ആണ് എന്ന് വിചാരിക്കുക. എനിക്ക് ഈ ഒരു സർക്കുലർ ഷേപ്പിനെ ഈ ഒരു റെക്റ്റാങ്കുലറിൻ്റെ ടോപ്പ് ഫേസിലേക്ക് പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മൂവ് ടൂൾ, നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിനെയും മൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ടൂള് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു പോയിന്റിൽ സെലക്ട് ചെയ്യുക. ആ ഒരു പോയിന്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കോർണറിലേക്കാണ് എനിക്ക് ഫിക്സ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു കോർണറിലേക്ക് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കോർണറിൽ വേണ്ട, അപ്പുറത്തെ കോർണറിലേക്ക് മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റാൻ നോക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് മാറിപ്പോകുന്നത് കാണാം. അപ്പോൾ ഇവിടെയാണ് മേക്ക് ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ വരച്ച് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു മോഡലിൻ്റെ മൊത്തം കംപ്ലീറ്റ് അതിൻ്റെ എല്ലാ മോഡലും കഴിഞ്ഞാൽ അതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം എല്ലാ അഡ്ജസ്റ്റും സെലക്ട് ആയോ എന്നുള്ളത് കൺഫേം ചെയ്യുക. മൊത്തത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മേക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ CAD ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ഒരു ബ്ലോക്ക് ആക്കി ഇടുന്നത് സെയിം ഫങ്ഷൻ തന്നെയാണ് ഇതും. ഇപ്പോൾ ഒരൊറ്റ
ക്ലിക്കിൽ അത് ആ ഒരു ഒബ്ജക്റ്റ് മൊത്തത്തിൽ സെലക്ട് ആയി, കാരണം അതൊരു ഒറ്റ ഗ്രൂപ്പായി മാറി. ഇതുപോലെ തന്നെ ഞാനിതിലെ ഈ ഒരു സർക്കുലർ ഷേപ്പിനെയും ഇതുപോലെ ഗ്രൂപ്പാക്കി വെക്കുന്നു. മേക്ക് ഗ്രൂപ്പ്, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, മേക്ക് ഗ്രൂപ്പ്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം കാര്യം ഇതുപോലെ മൂവ് ബട്ടൺ ഞെക്കി ഇതിനെ ഈ ഒരു കോർണറിലേക്ക് ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം ആണ് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച പോലെ ഈ ഒരു കോർണറിൽ നിന്ന് അടുത്തൊരു കോർണറിലേക്ക് മൂവ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ഈ ഒരു കോർണർ സെലക്ട് ചെയ്തു, ഈ ഒരു കോർണറിലേക്ക് ഫിക്സ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നേരത്തെ വന്നതുപോലത്തെ ഒരു പ്രോബ്ലം ഇപ്പോൾ വന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്സ് ആണ്. ഒരു ഗ്രൂപ്പിനെ മറ്റൊരു ഗ്രൂപ്പ് വെക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരില്ല. ഇപ്പോൾ ഗ്രൂപ്പ് ആക്കാതെ ഒരു ഒബ്ജക്റ്റ് ആണ് ഏതെങ്കിലും ഒരു കോർണേഴ്സിൽ വന്ന് ഫിക്സ് ചെയ്യുന്നത്, പിന്നീട് ആ ഒരു കോർണേഴ്സിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ആൾട്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷനോ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രോബ്ലംസ് വരും. ഇത് ഗ്രൂപ്പ് ആക്കാതെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ വരുന്നത്, നമ്മളിപ്പോൾ ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ക്ലയൻറ്റ് നോക്കിയതിന് ശേഷം എനിക്ക് ഈ ഒരു പോർഷനിൽ റിവിഷൻ വേണം എന്ന് പറയുമ്പോൾ അത് ഗ്രൂപ്പ് അല്ലാതെ അതിന് മുകളിൽ ഒരുപാട് ഒരു അൺഗ്രൂപ്പ്ഡ് ആയിട്ടുള്ളൊരു മോഡൽസ് അതിൽ വരച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്യാൻ ഇതുപോലെ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോൾ ഏതൊരു ചെറിയ പോർഷൻസും ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രൂപ്പ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീവർക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ ഒരു റെക്റ്റാങ്കുലറും ഈ സർക്കുലർ ഷേപ്പും ഗ്രൂപ്പാണ്. അപ്പോൾ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ വരച്ച പോലെ തന്നെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ് പോർഷനിൽ ഈ ഒരു ഫേസിൽ വേറെ കുറേ എലമെൻറ്റ്സ് അല്ലെങ്കിൽ വേറെ കുറേ ഷേപ്പുകൾ നമ്മൾ വരച്ചിരുന്നു മുൻപ്. അതേ സെയിം ഫങ്ഷൻസ് തന്നെ നമ്മളിപ്പോൾ ഒന്നുകൂടി വരയ്ക്കുകയാണ്. ഫ്രീ ഹാൻഡ് സ്കെച്ചിൽ വരച്ചു, സർക്കുലർ ഷേപ്പിൽ വരച്ചു, ഒരു പോളിഗനും കൂടി ഇതിൻ്റെ സൈഡിൽ വരച്ചു. പോളിഗൺ. ഓക്കെ, ഇനി ഈ ഒരു 3 ഷേപ്പിനെയും ഞാൻ പുഷ് ചെയ്യാണ്. ഇതിനെ പുഷ് ചെയ്തു, സർക്കുലറിനെ പുഷ് ചെയ്തു, പോളിഗനെ പുഷ് ചെയ്തു. ഓക്കെ, ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് ഇപ്പോഴും ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ഈ ഒരു ഗ്രൂപ്പിനെ എഡിറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വരച്ചത് ഒന്നും ആ ഗ്രൂപ്പിൻ്റെ കൂടെ ആഡ് ആയിട്ടില്ല. കണ്ടോ, ഇതിപ്പോൾ തനിയായ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു എലമെൻസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഗ്രൂപ്പിൻ്റെ കൂടെ ആഡായി വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയി. ഇനി ഈ ഗ്രൂപ്പിനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊരു പോർഷനെ കൊണ്ട് ക്ലിക്ക് ചെയ്തിട്ടും അവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇനി എന്ത് പർട്ടിക്കുലർ എഡിറ്റിംഗ് ആണ് വേണ്ടത് അതങ്ങനെ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ നേരത്തെ വരച്ച കാര്യങ്ങൾ ഒന്നും കൂടി വരയ്ക്കുകയാണ്. ഒരു സർക്കുലർ ഷേപ്പ് വരച്ചു. ഇനി ഇതിനെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്തു, ഇപ്പോൾ പുഷ് ചെയ്തു. ഇനി ഞാനത് എസ്കേപ്പ് ചെയ്തു. ഇനി ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഒരു ഗ്രൂപ്പാണ്. നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഗ്രൂപ്പിനെ ഒരു ഗ്രൂപ്പാക്കി തന്നെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഏത് പോർഷനിലാണോ നമുക്ക് എഡിറ്റിംഗ് വേണ്ടത് ആ പോർഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ പോർഷനിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഡബിൾ ക്ലിക്ക് ചെയ്യാതെ നമ്മൾ എന്തൊരു എഡിറ്റിംഗ് ചെയ്താലും അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നിൽക്കും, ഗ്രൂപ്പിൻ്റെ കൂടെ മെർജ് ആവില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കുലർ മോഡലിനെ ഗ്രൂപ്പ് ആക്കിയതിന് ശേഷം ആണ് നമുക്ക് തോന്നുന്നത് ഇതിന് ഗ്രൂപ്പ് ആക്കണ്ടായിരുന്നു, പഴയത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ തിരിച്ചാക്കാം എന്നുള്ളത്. നോർമലി നമ്മൾ അൺഡു ചെയ്തിട്ട് കൺട്രോൾ സെറ്റ് അടിക്കാം. അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എക്സ്പ്ലോഡ്. ഇതിനെ സെലക്ട് ചെയ്യുക, ഏതൊരു ഗ്രൂപ്പിനെയാണോ എക്സ്പ്ലോഡ് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എക്സ്പ്ലോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പ് മാറി. ഓരോ ഫേസും നമുക്ക് തനിയെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതൊരു ഗ്രൂപ്പാണ്, പക്ഷേ ഇപ്പോൾ എക്സ്പ്ലോഡ് ചെയ്തതുകൊണ്ട് ഇതിപ്പോൾ ഗ്രൂപ്പ് മാറിപ്പോയി. ഇനിയിപ്പോൾ ഞാനിതിനെ മൊത്തം സെലക്ട് ചെയ്യുകയാണ്. അതിൽ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് ഇത് സെലക്ട് ചെയ്യുക, ഇത് ഡിസെലക്ട് ആവും. ഇതിനെ ഞാൻ ഒന്നും കൂടി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മേക്ക് ഗ്രൂപ്പ് ആക്കി. ഇപ്പോൾ ഇത് ഗ്രൂപ്പായി. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴാണ് ഒരു എക്സ്പ്ലോഡ് യൂസ് ചെയ്യേണ്ടി വരിക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതൊരു നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു മോഡൽ ഇപ്പോൾ ഒരു വലിയൊരു പോർഷൻ മൊത്തത്തിലൊരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു സർക്കുലർ പോർഷനും റെക്റ്റാങ്കിൾ പോർഷനും ഒറ്റ ഗ്രൂപ്പാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമുക്കൊരു റിവിഷൻ വരുന്നത്. ഈ ഒരു സർക്കുലർ പോർഷൻ
നമുക്ക് ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മളിത് എക്സ്പ്ലോർഡ് ചെയ്തതിന് ശേഷം ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഗ്രൂപ്പ് ആക്കുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരുപാട് ടൂൾസിനെ പറ്റി പറഞ്ഞു, ഒരുപാട് ഓപ്ഷൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മൾ നോക്കി. അപ്പോൾ ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക, ക്ലിയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി ബാക്കി വരുന്ന ടൂൾസും അതിൻ്റെയോട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാവുന്നതാണ്. ഇനിയും ബാക്കി കുറച്ച് ടൂൾസ് കൂടി പരിചയപ്പെടുത്താനുണ്ട്. അതിനുശേഷമാണ് നമുക്കൊരു മോഡലിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റുന്നത്. അപ്പോൾ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. And thank you so much for watching.